ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് BMCC കൊയർ 2 ഗാനങ്ങളാണ് ഇവിടെ ആലപിക്കാനായിട്ട് പോകുന്നത്. നാം തിരുവചനത്തിൽ വായിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ ഗാനത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് പാട്ടുകാരൻ ചോദിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മുഴുവനും ചോദ്യങ്ങൾ ഈ പാട്ടുകാരൻ ഈ ഗാനത്തിലൂടെ ചോദിക്കുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന ആ കരുണയുടെ കരങ്ങൾ ഭൂമിയിൽ ആരുടേതാണ്? ആകുലമാകുന്ന ഈ ലോക ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും തരുന്നത് ആരാണ്? പ്രാർത്ഥന കേൾക്കുകയും അനുഗ്രഹവും നൽകുകയും ചെയ്യുന്ന ആ ദാനങ്ങൾ ആരുടേതാണ്? ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ മനുഷ്യൻ മകനായി ജനിച്ച ആ ജീവിതം ആരുടേതാണ്? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. കാൽവറിയിൽ നമുക്കായി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, പാട്ടുകാരൻ മറ്റൊരു ചോദ്യം കൂടെ നമ്മോട് ചോദിക്കുന്നു. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവൻ്റെ ജീവൻ ആരാണ്? ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ആ ചോദ്യം ഉയരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ്റെ ജീവൻ ആരാണ്? ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിൽ ആരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? എൻ മനമേ നീ പറയൂ, ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? പ്രാർത്ഥന കേൾക്കും, അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്? കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുതിരത്തിൻ രോദനമാരുടേത്? ലാ 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 ലാ. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്?
ലാ 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 ലാ. ആ സുരസുഖമഖിലം മനുജനു ചൊരിയും ദാനങ്ങളാരുടേത്. ബേഥലഹേം പുൽക്കൂട്ടിൽ മാനുജരിൻ മകനായി ജീവിതമാരുടേത്. എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതലിൻ്റെയും ജീവിതത്തിലെ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളത്. വാനവും ഭൂമിയും ഒക്കെയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് വരുവാനായിട്ട്, കാഹളം ധ്വനിക്കുവാനായിട്ട് അധികം സമയമില്ല. നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും സകലതും മാറുന്ന ആ നല്ല സുദിനത്തിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം. ആ നിലയിലുള്ള ഒരു പ്രത്യാശ ഗാനമാണ് അടുത്തതായിട്ട് ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത്. വിണ്ണിലെൻ്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്ന എത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ.
യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോ ദൂതസംഘങ്ങൾ ആർത്തു പാടിടും. ആ നിരയിൽ അന്നു നിന്ന് ശുദ്ധരൊത്തു വാട്ടിടുന്നത് എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കുതന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വെണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുവൻ. വാക്കുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നത് എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമിൽ, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്ന എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കുതന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നത് എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. പെണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നത് എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ.